ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് ചായ അവിടെ ഇരിക്കുന്നത് പാത്തൂസ് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണത്. അവൾക്ക് ചായ രാവിലെ തന്നെ ഒരു 2-3 ചായ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും അവൾ കരഞ്ഞ് വാശി പിടിച്ച് മേടിച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയും റസ്ക് തീറ്റയും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറ്റി പുട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുറ്റി പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വേഗം ചോറൊക്കെ ഒന്ന് തിളച്ച് വരും. വെള്ളം നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വേഗം തിളച്ച് വരും. പിന്നെ അതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈവിൽ വൈകുന്നേരം 9:30 ലൈവ് ഉണ്ട്. അപ്പോൾ ആ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴയുടെ സൗണ്ട് കാരണം വീട് ഷീറ്റിൻ്റെ ആയ കാരണം കൊണ്ട് നമുക്ക് മഴയുള്ള സമയത്തൊന്നും വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമ്മളതിൽ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ. ഷീറ്റുമ്പോൾ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ എനിക്ക് തീരെ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ രാവിലേക്ക് ഞാൻ ബാക്കിയുള്ളതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ദിലു പറഞ്ഞു എനിക്ക് ചിക്കൻ കറിയും പുട്ടും മതിയെന്ന്. സുഡാപ്പിക്കും പാത്തൂസിനും ഞാൻ പുട്ടും പഴമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴം അവിടെ ദിലു മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെറുപഴമുണ്ട്, നേന്ത്രപ്പഴമുണ്ട്. പക്ഷെ അവർക്ക് ചെറുപഴമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഒരു കുറ്റി പുട്ടും കൂടിയാണ് ആക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴേക്കും ഇതിവിടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ബാക്കിയുള്ള പരിപാടികൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതേ പുട്ടൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ ഉണ്ണികൾക്ക് ഞാൻ ചായ കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഡാപ്പി പഴം കൂട്ടി കഴിക്കുന്നുണ്ട്. ദിലുവിടെ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. പാത്തൂസിൻ്റെ ഞാൻ വീഡിയോ എടുക്കാണ്ടാണ് കേട്ടോ. അപ്പോൾ അവൾ കോലം അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. മേത്തൊക്കെ ആക്കിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ അവൾ സമ്മതിക്കുന്നുമില്ല കേട്ടോ. അവൾ അങ്ങോട്ട് കാണിക്കുമ്പോൾ അവൾ കരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്തൂസിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവൾ നോട്ട് ബുക്കും ഒരു പേനയൊക്കെ എടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ്. അവളെ കാണാണ്ട് ഞാൻ പുറത്തേക്ക് ചാടിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിവിടെ ഇരുന്നിട്ട് ഇതൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത് അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പുറത്തേക്ക് ചാടി വരും. പിന്നെ ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി തലയിലൊക്കെ വെള്ളം വീണ് ഇനിയിപ്പോൾ ജലദോഷമൊക്കെ പെട്ടെന്ന് വരും. മഴച്ചാറ്റിൽ കൊണ്ടാലാണ് പെട്ടെന്ന് ചുമയും ജലദോഷമൊക്കെ വരിക. അപ്പോൾ അവളെ കാണാണ്ട് ഇറങ്ങിയതാണ്. ഇനി എപ്പോഴാണ് അങ്ങോട്ട് ചാടി വരികയെന്ന് അറിയില്ല കേട്ടോ. അപ്പോഴേക്കും ആൾ ചാടി വരുമ്പോഴേക്കും ഞാൻ അവിടെയൊക്കെ ഒന്ന് വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ബാക്കിൽ കൊണ്ടിടണം കത്തിക്കുന്നിടത്തായിട്ട്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഇനി കത്തിച്ച് കളയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചൊക്കെ ഒന്ന് വാരി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അവൾ കുറച്ച് നേരമൊക്കെ കുസ്തി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ ആ ബുക്ക് എടുത്തിട്ട് മനസ്സിലായി ഇനി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആൾ ബുക്ക് എടുത്ത് അവിടെ ഇരുന്ന് എഴുതി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം. മഴ ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ ചാറൽ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് മീൻ നന്നാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നന്നാക്കി വെച്ചതിന് ശേഷം ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. ബാക്കി പരിപാടികൾ എന്നിട്ടാവാം. അപ്പോൾ അങ്ങനെ ഞാൻ പരിപ്പും അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പും ഒക്കെ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേഗം കുളി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിപ്പോൾ മീനിൽ മുളകൊക്കെ ഒന്ന് പരട്ടി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പരിപ്പൊന്ന് നമുക്കത് കാച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ പരിപ്പ് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം എരിവും ഉണ്ടാവില്ല. എന്നാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തീയൊന്ന് സിമ്മിലാക്കിയതിൻ്റെ ശേഷം അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് മീൻ വറുക്കാനാണ് ഉള്ളത്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ കൂട്ടാൻ കാച്ചാനും കറിയിൽ ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് എടുക്കാറുള്ളൂ കേട്ടോ. വറുക്കലും പൊരിക്കലും ഒക്കെ ഓയിലാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ഇവിടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് കേട്ടോ.
അപ്പോൾ എന്നിട്ട് ഞാനതിൻ്റെ മുകളിൽ മീൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലൊന്നും മീൻ പറ്റിപ്പിടിച്ചിരിക്കില്ല, നമുക്ക് മറിച്ചിടാനൊക്കെ സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ വാത്തൂസും സുഡാപ്പിയും മഴയത്താണ് കേട്ടോ. മഴ തലയിൽ വെള്ളം നനയുന്നൊന്നുമില്ല, അവിടെ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ നനയൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ച 2 ബക്കറ്റും കൂടി കാലിയായിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞപ്പോൾ, അതും കൂടി ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.